ബാഴ്സ ആരാധകർക്ക് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണ് എന്നതിന് സംശയമൊന്നുമില്ല. അത് റാഫീഞ്ഞയാണ്. പൊളിച്ചെടുക്കുന്ന പ്രകടനമല്ലേ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോസലയുടെ ടീം യുവഫ ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായി കഴിഞ്ഞു. റാഫീഞ്ഞ ബാഴ്സയും കൊണ്ട് മുന്നോട്ട് കുതിക്കുകയുമാണ്. ഇത്തവണത്തെ ബാലൻ ഡ്യൂർ റാഫീഞ്ഞയ്ക്ക് തന്നെ എന്ന് പോലും പല ബാഴ്സ ഫാൻ പേജുകളും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് എക്സിലൊക്കെയുള്ള വലിയ ബാഴ്സ ഫാൻ പേജുകളുണ്ട്, മില്യൺ ഫോളോവേഴ്സൊക്കെയുള്ള. അതിൽ പലരും ആ രൂപത്തിലാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്നാൽ ഇതേ ആളുകൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് പറഞ്ഞതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. മറക്കില്ല, അങ്ങനെ മറക്കാൻ പറ്റുന്നതൊന്നും അല്ലല്ലോ ആ സമയത്ത് പറഞ്ഞത്. നോക്കാം നമുക്ക് എന്തൊക്കെയായിരുന്നു അന്ന് റാഫീഞ്ഞയ്ക്കുള്ള പ്രശ്നങ്ങളെന്ന്. അന്ന് അവർ പറഞ്ഞത് റാഫീഞ്ഞയുടെ ബ്രസീലിയൻ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഒരിക്കലും ബാഴ്സയുടെ നിലവാരത്തിലുള്ള കളിക്കാരനല്ല റാഫീഞ്ഞ. നിക്കോ വില്യംസ് റാഫീഞ്ഞയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്ലെയറാണ്. റാഫീഞ്ഞ ഓവർ റേറ്റഡ് ആണ്, റാഫീഞ്ഞ ഫ്ലോപ്പാണ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് പറഞ്ഞവർ റാഫീഞ്ഞയുടെ 11-ാം നമ്പർ ജേഴ്സിയുടെ സ്ഥാനത്ത് റാഫീഞ്ഞയുടെ പേരിന് പകരം വില്യംസ് ജൂനിയർ എന്ന് എഴുതി വെച്ച് പ്രചരിപ്പിച്ചു. മറക്കാൻ പറ്റുമോ? ആര് പറഞ്ഞാലും റാഫീഞ്ഞ മറക്കില്ല. ഇത് നമ്മൾ എവിടെന്നെങ്കിലും എടുത്ത് ഇങ്ങനെ പറയുന്നതല്ല. റാഫീഞ്ഞ തന്നെ ഇതിനോട് പ്രതികരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനെതിരെ ബാഴ്സലോണയ്ക്ക് തവണ ഒരു കളി ഉണ്ടായിരുന്നല്ലോ. ആ കളിക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ റാഫീഞ്ഞ കൃത്യമായി പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ അത് കൊണ്ടു, അപമാനിക്കുന്ന പോലെയാണ് ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്ന്. കൃത്യമായിട്ടൊന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടു ആ ചിത്രം, എൻ്റെ ജേഴ്സിയുടെ ഭാഗത്ത് മറ്റൊരു താരത്തിൻ്റെ പേരെഴുതി ആ ചിത്രം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്ത് തരത്തിലുള്ള തമാശയാണിത്, അത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണ്. ആളുകൾക്ക് ഇവിടെ ഈ ടീമിന് വേണ്ടി കളിക്കുന്ന താരങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം, അറിയണം. ഞങ്ങൾ ടീമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ക്ലബിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഫോട്ടോ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നൈസായിട്ട് തോന്നുന്നില്ല. അതൊരു ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിൽ അതെന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ റാഫീഞ്ഞ പറയുമ്പോൾ, ഇപ്പോൾ റാഫീഞ്ഞയെ ഇങ്ങനെ വലിയ ഉയരത്തിൽ കാണുന്നവർ, ഇപ്പോൾ റാഫീഞ്ഞ നിങ്ങൾക്ക് ചക്കരയാണ്, മുത്താണ്, ഒക്കെ ശരിയാണ്. ആദ്യം നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് മാപ്പ് പറയുക. ആ മാപ്പ് പറയുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്.